ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു സ്മാർട്ട് ട്യൂട്ടർ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. നിങ്ങൾ ടൈറ്റിൽ എല്ലാം വായിച്ചതുപോലെ തന്നെ യെസ്, ഗേറ്റ് എക്സാം 2025 ക്രാക്ക് ചെയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് പ്ലേലിസ്റ്റുകൾ ഉണ്ട് ആക്ച്വലി ഗേറ്റ് എക്സാമിന് വേണ്ടി, ലൈക്ക് ഗേറ്റ് സ്മാഷേഴ്സ്, അതൊക്കെ ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജസിലൊക്കെയാണ്. നമ്മുടെ മലയാളത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ പല ടോപ്പിക് വൈസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നില്ല, അതൊരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയില്ല. പക്ഷെ എനിവേ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ടോപ്പിക്സ് കവർ ചെയ്ത് തരാൻ വേണ്ടി നോക്കാം. നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഫെബ്രുവരി ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ നമ്മുടെ ഗേറ്റ് എക്സാം വരും. അപ്പോൾ എന്താണ് ഗേറ്റ് എന്നറിയാത്ത കുറേ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗേറ്റ് എക്സാം എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഈ ഒരാഴ്ചയും കൂടെ ഉള്ളൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി, ലാസ്റ്റ് ഡേറ്റ് വരികയാണ്. സോ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഗേറ്റ് എക്സാമിന് വേണ്ടിയുള്ള വീഡിയോസ്, ഇപ്പോൾ ഫുൾ മാർക്ക് ഗേറ്റിന് മേടിച്ച് അത്രയും ഫുൾ കവർ ചെയ്യും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഗേറ്റ് എക്സാം ജസ്റ്റ് ക്രാക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്ന വഴി. അപ്പോൾ അതൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ ഒരു ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് വഴി, ഈ ഒരു വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇനി കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് പഠിക്കാം. ജസ്റ്റ് കുറച്ച് കവർ ചെയ്ത് പോകാം. മാക്സിമം എന്തൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും ഒരു ഫെബ്രുവരി സമയത്തിനുള്ളിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ അത്രയും ടോപ്പിക്സ് നമുക്ക് എന്തായാലും കവർ ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് വേണ്ട മെറ്റീരിയൽസും PPT എല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഗേറ്റ് എക്സാം എന്താണ്, ഇപ്പം 2025 ഗേറ്റ് എക്സാം വരാൻ പോവാണ് ഫെബ്രുവരിയിൽ. അതിന്റെ രജിസ്ട്രേഷൻസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സ്റ്റിൽ ഗേറ്റ് എക്സാം എന്താണ്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇതിനൊക്കെ വലിയ ആവശ്യമുണ്ടോ എന്നൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഉള്ള ഒരു വീഡിയോ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാതെ വിടാൻ പോകുന്നത് ഏത്. സോ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദെൻ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് ഗേറ്റ് എക്സാമിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ്, എന്തൊക്കെ സിലബസ് ആണ്, നിങ്ങൾ എവിടുന്ന് സിലബസ് എടുക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക്. അപ്പോൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിരിക്കും ഗേറ്റ് എക്സാമിന്, ഒരുപാട് പല പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ സിലബസ് ആണ്, എവിടുന്ന് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ദെൻ നമുക്ക് വെയിറ്റേജ് നോക്കാം. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനാണ്. അവരുടെ സിലബസും വെയിറ്റേജും ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ സിലബസ് നിങ്ങൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതല്ല ആക്ച്വലി, ഇത് ജസ്റ്റ് ഓവർവ്യൂ ഇത്രയും പറഞ്ഞതുള്ളൂ. ഇതല്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടും കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടി. ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ എക്സാം. ആക്ച്വലി ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഗേറ്റ് എക്സാമിന്റെ സൈറ്റ് നോക്കുമ്പോൾ തന്നെ ഈ കണ്ടന്റൊക്കെ കാണും. ഞാൻ വെറുതെ പറയുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഗേറ്റ് എക്സാം ഒരാൾ ക്രാക്ക് ചെയ്തു, ഒരു BTech സ്റ്റുഡൻറ്റ് ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു MBC MCA സ്റ്റുഡൻറ്റ് ഒരാൾ ഇത് ക്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത്, ആ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ സബ്ജക്ട് നന്നായിട്ട് അറിയാം എന്നുള്ളതിൻ്റെ ഒരു മാർക്ക് ആണ്. നിങ്ങൾക്ക് BTechന് കുറേ മാർക്ക് കിട്ടും, കുറേ CGPA കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. പക്ഷെ ഗേറ്റ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നിങ്ങൾ ഗേറ്റ് ക്രാക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കയാണ് 2025 ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഗേറ്റ് എക്സാമിന്റെ സൈറ്റിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ഗേറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ആദ്യം വരുന്ന സൈറ്റ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ ഇങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേരിയസ് ഓപ്ഷൻസ് കാണാം. അപ്ലൈ ഓൺലൈൻ, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്, എക്സാം സിറ്റീസ്, എലിജിബിൾ ക്രൈറ്റീരിയ. ഇതിൽ നിങ്ങളുടെ എലിജിബിൾ ക്രൈറ്റീരിയസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ BTech സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 3rd ഇയർ തൊട്ടുള്ള BTech സ്റ്റുഡൻസിന് ഗേറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ BRക്കാണെങ്കിലും എന്ത് സബ്ജക്റ്റ് ആണ് 3rd ഇയേഴ്സ് തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഗേറ്റ് എക്സാമിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാം. UG കഴിഞ്ഞ് PG ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാം. അതുപോലെ ഗേറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് MTech ചെയ്യുന്നവർക്ക് ഏകദേശം 12,400 രൂപ ഒരു മാസം വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ PhD പ്രോഗ്രാം ആണെങ്കിൽ ആദ്യത്തെ 2 വർഷത്തേക്ക് 37,000 രൂപ വെച്ച് ഒരു മാസം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ പിന്നീട് 42,000 രൂപ വെച്ച് ഒരു മാസം കിട്ടും. ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസ് അല്ല, നല്ലൊരു ഗവൺമെന്റ് ജോബാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിനും ഗേറ്റ് എക്സാമിന്റെ സ്കോർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പല ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ഇവരെല്ലാം തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ്.
ഗേറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ 28 ഓഗസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ്. 26 സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വിത്തൗട്ട് ലേറ്റ് ഫീ. ഇനി വിത്ത് ലേറ്റ് ഫീ ആയിട്ട് ഒക്ടോബർ 7 വരെ അപ്ലൈ ചെയ്യാം. ഗേറ്റ് എക്സാം നടക്കുന്നത് ഫെബ്രുവരി 1, 2, 15, 16 തീയതികളിലാണ്. ഇനി ഈ സൈറ്റിൽ തന്നെ ഏതൊക്കെ പേപ്പറാണ്, സിലബസ് എന്താണ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 30 ടെസ്റ്റ് പേപ്പേഴ്സാണ് ഗേറ്റ് എക്സാമിനുള്ളത്. ഒരാൾക്ക് 2 പേപ്പർ വരെ അറ്റൻഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സിലബസ് ആണ് കാണുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഗേറ്റ് എക്സാം നടത്തുന്നത്. ടോട്ടൽ 100 മാർക്കിനായിരിക്കും എക്സാം വരിക. അതിൽ 15 മാർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡും 85 മാർക്ക് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഇനി ഗേറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫീ നോക്കാം. സെപ്റ്റംബർ 26 വരെ ഫീമെയിൽസിന് 900 റുപ്പീസും അത് കഴിഞ്ഞ് എക്സ്റ്റൻഡഡ് പീരീഡ് ഒക്ടോബർ 7 വരെ 1400 രൂപയാണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് 1800 റെഗുലർ പീരീഡും എക്സ്റ്റൻഡഡ് പീരീഡ് 2300 രൂപയാണ്. ഇനി നമുക്ക് എക്സാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. സോ രജിസ്റ്റർ ഹിയർ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിം സർനെയിംസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ID, കൺഫേം ഇമെയിൽ ID, ദെൻ നിങ്ങളുടെ റെസിഡൻസ് ഏതാണ്, മൊബൈൽ നമ്പർ എഴുതുക, അത് കൺഫേം ചെയ്യുക. ദെൻ പാസ്വേഡ് കൊടുത്ത് വെരിഫിക്കേഷൻ കൂടെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു മെയിൽ വരും. മെയിലിൻ്റെ അകത്ത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് IDയും ഇമെയിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള OTPയും കാണും. ദെൻ നിങ്ങൾ സൈറ്റിലേക്ക് തിരിച്ചു വന്ന ഇമെയിൽ ID അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ID, ദെൻ പാസ്വേഡും കൂടെ ടൈപ്പ് ചെയ്ത് വെരിഫിക്കേഷനും കൂടെ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ദെൻ ഇവിടെ കൺഫേം കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്കി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ കൊടുക്കുക. സോ നിങ്ങൾ ഏത് പേപ്പറാണ് എക്സാം എഴുതുന്നത്, അതുപോലെ എക്സാം സിറ്റി കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുക. ബാക്കി 2 നിങ്ങളുടെ നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്തിന് ലൊക്കേഷൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പർ, ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ പറയും. നിങ്ങളുടെ ജെൻഡർ, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങളുടെ കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വെരിഫിക്കേഷൻ വേണ്ടി ഒരു ഫോട്ടോ ID പ്രൂഫും കൂടെ കൊടുക്കാം. ആധാർ കാർഡോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. കൂടെ ഒരു ഗാർഡിയൻ്റെ പേര് കൂടെ ആഡ് ചെയ്യണം. അച്ഛനോ അമ്മയോ അവരുടെ പേരും ഫോൺ നമ്പരും. ഇനിയുള്ള പേജുകളിലായിട്ട് നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ്, അതായത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കോളേജ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് വെരിഫിക്കേഷൻ, ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ്, അത് നിങ്ങളുടെ സിഗ്നേച്ചർ, ദെൻ ഒരു ഫോട്ടോ, ഇത്രയും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അവർ പറയുന്ന കറക്റ്റായിട്ടുള്ള സൈസിൽ ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. ആപ്ലിക്കേഷൻ ഫോം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. പേയ്മെൻറ്റ് ഓപ്ഷൻ കൂടെ കറക്റ്റായിട്ട് ചെയ്യുക. ദെൻ വെരിഫൈ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇനി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനോടായിട്ട് പറയാനുള്ളത്, ഞാൻ ഫോക്കസ് ചെയ്യുന്ന CSE ഗേറ്റ് സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗേറ്റ് സബ്ജക്റ്റ് വരുന്നത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഒരു 4-5 സബ്ജക്ട് നല്ല വൃത്തിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 15% ആണ് വരുന്നത്. ദെൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്ട്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ വരുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, ദെൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ഒരു ഏറ്റവും വെയിറ്റേജ് കൂടുതൽ സബ്ജക്ട്സ് മാക്സിമം നന്നായിട്ട് പഠിച്ചു തീർക്കുക. എന്നിട്ട് ബാക്കിയുള്ള സബ്ജക്ട്സും കൂടെ നോക്കുക. ഗേറ്റ് എക്സാമിൻ്റെ വേറൊരു പ്രശ്നമാണ് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൻസർ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അറിയാൻ മേലാത്ത ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഗേറ്റ് എക്സാം രജിസ്റ്റർ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്